ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ നിങ്ങൾ ഈ 10th ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബയോളജി സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ എൻ്റെ വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നിങ്ങൾക്ക് ബയോളജി ടഫാണോ ഈസി ആണോ എന്നുള്ളത് കമൻറ്റായിട്ട് പറയാം. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഫിസിക്സും കെമിസ്ട്രിയും ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള കുറേ സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ സ്റ്റഡി ടിപ്സ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് കാണും. അപ്പോൾ അതിന് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ 10th സ്റ്റാൻഡേർഡിലെ ബയോളജിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ബൈ ഹാർട്ട് പഠിച്ചാൽ ബയോളജി സിമ്പിളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാര്യമൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഫുൾ ബൈ ഹാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലപോലെ മാർക്ക് കിട്ടുമോ? ഒരിക്കലും അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ ബൈ ഹാർട്ട് പഠിക്കേണ്ടത് പഠിക്കണം. നമുക്കിപ്പോൾ 10th വരുമ്പോൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട്, ഡെഫിനിഷൻസും കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറേ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ബൈ ഹാർട്ട് മാത്രം പഠിച്ച് പോകരുത്. കോൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കി, അതായത് എന്താണ് കണ്ടന്റ് എന്നുള്ള കാര്യം വൃത്തിക്ക് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും കോൺസെപ്റ്റ് അതുപോലെ തന്നെ കണ്ടന്റ് വൃത്തിക്ക് മനസ്സിലാക്കുക. അല്ലാതെ വെറും ബൈ ഹാർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. സോ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു 2-3 ടൈംസ് വായിക്കുക, അതുപോലെ എന്താ പറയുന്നത് മനസ്സിലാക്കുക, എന്നിട്ട് പിന്നെ ബൈ ഹാർട്ട് പഠിക്കുക. പിന്നെ നമുക്ക് തന്നെ ഒരു ധാരണ വേണം ഇതാണ് ഇവിടെ പറയുന്നത് എന്നുള്ള രീതിയിൽ. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ബയോളജി കുറച്ചുകൂടി സിമ്പിളാണ്. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കുറേ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് ഇതുപോലെ ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരുന്നു, അതിൽ സെറിബെല്ലം അങ്ങനെയുള്ള കുറേ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇയറിൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു 2-3 ടൈംസ് ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കുക. കാരണം റീഡ്രോ ചെയ്യാൻ നമുക്ക് തരുമെങ്കിലും ഒന്ന് വരച്ച് നോക്കി ആ ഒരു ഇതുണ്ടെങ്കിൽ, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ഈസി ആയിട്ട് വരക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ ഒരു നീറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണുന്നവർക്ക് തന്നെ ഒരു ഇംപ്രഷനൊക്കെ വരും. അതുകൊണ്ട് നല്ലപോലെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒരു 2-3 ടൈംസ് എപ്പോഴെങ്കിലും ഒന്ന് വരക്കുക, സമയം കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. അപ്പോൾ മെയിനായിട്ട് ബൈ ഹാർട്ട് പഠിക്കേണ്ടത് കോൺസെപ്റ്റും കണ്ടന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതുപോലെ പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അടുത്തതായിട്ട് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചേഴ്സും ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ലാസ്റ്റിലത്തെ ചാപ്റ്റർ ആയിരുന്നു, പാത്ത് ട്രാവൽസ് ബൈ ലൈഫ് അങ്ങനത്തെ പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കെമിക്കൽ നെയിംസ്, ഒരു സയൻറ്റിഫിക് നെയിംസ് പോലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സയൻറ്റിഫിക് നെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിൻ്റെ സ്പെല്ലിംഗ് ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുന്ന കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ അതിൽ നിന്ന് മനസ്സിലായതാണ് ഞാനിങ്ങനെ പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയപ്പോൾ അത് ചാൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ബയോളജിയെ പറ്റി പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് പിന്നെ ബയോളജിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്താൽ തെറ്റൊന്നുമില്ല. അതായത് നമ്മൾ പറഞ്ഞാൽ ഓൾറെഡി കുറേ റിസോഴ്സസും കുറേ സൈറ്റ്സ് നോക്കി ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ കുറേ ലൈവ് ക്ലാസ്സിൽ അവർ തന്നെ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിതൊരു ബയോളജിക്ക് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് സ്കൂളിൽ ടീച്ചേഴ്സ് തരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ചെയ്ത് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നല്ലതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നെക്സ്റ്റ് എന്ത് കണ്ടന്റാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിനെ പറ്റിയാണ് പറയേണ്ടത് എന്നുള്ളതൊക്കെ കമൻറ്റായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് കൂടെ കമൻറ്റായിട്ട് പറയാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഒന്ന് നന്നാവട്ടെ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.